രഹസ്യയിൽ മുദ്രയിടുക. മുദ്രയിടുന്നതിനെക്കുറിച്ച് കഴിഞ്ഞ ദിവസം ഒരു സെഷൻ കഴിഞ്ഞു. രണ്ടാമത്തെ സെഷനാണിന്ന്. മുദ്രയിടുക എന്നുള്ള ദൈവത്തിൻ്റെ നിയോഗമാണ്. ദൈവം പഴയ നിയമത്തിൽ ഉൽപ്പത്തി തൊട്ട് നമ്മൾ മുദ്രയിടുന്നത് കാണുന്നുണ്ട്. ആദ്യമായിട്ട് മുദ്ര അല്ലെങ്കിൽ അടയാളം ഇട്ടുകൊടുത്തത് ദൈവം തമ്പുരാൻ തന്നെയാണ്. കയ്യിൻ ചുവള്ള ആളൊന്നും അല്ലായിരുന്നു. കയ്യിന് ദേഷ്യം വന്നിട്ട് ആബേലിനെ കൊന്നു കഴിഞ്ഞിട്ട് കൊലയാളിയായിട്ട് മുമ്പിൽ നിന്നിട്ട് ദൈവം അവന് പണിഷ്മെൻ്റ് അല്ലെങ്കിൽ ജഡ്ജ്മെൻറ്റ് കൊടുക്കാൻ നേരത്തെ ആ ടൈമിൽ കയ്യിൻ സങ്കടം പറഞ്ഞിട്ട് അന്നേരം പോലും ദൈവം മാറ്റി. അത്ര സ്നേഹിക്കുന്ന ഒരു ദൈവം. കുറ്റം ചെയ്തു പാപം ചെയ്തിട്ട് പോലും ദൈവം വളരെ സ്നേഹത്തോടുകൂടി അവനൊരു ചിഹ്നമിടുകയാണ്, നിന്നെ ആരും ഉപദ്രവിക്കാതിരിക്കാൻ. ഓർക്കണേ, നമ്മളും നമ്മുടെ നമ്മളുമൊക്കെ ദൈവത്തിന് എപ്പോഴും പ്രീതിയുള്ള കാര്യങ്ങളല്ല ചെയ്യുന്നത്. പക്ഷെ ദൈവം നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന അവൻ്റെ സീല്, അവൻ്റെ മുദ്ര നമ്മുടെ മേൽ കിടക്കുന്നു. അത് പിശാചിനറിയാം. നമ്മുടെ മേൽ മുദ്രയുണ്ടെന്ന് നമ്മളെക്കാട്ടി അറിയാവുന്ന ദുഷ്ടനാണ്. പക്ഷെ മുദ്രയില്ലാതെ പോരുത്. ഈ സംഹാരദൂതൻ കയറി വരാതിരിക്കാൻ വേണ്ടി ഓരോ ഇസ്രായേൽ കുടുംബത്തിലും ആടിനെ കൊന്നിട്ട് അതിൻ്റെ രക്തമെടുത്ത് ഡോറിൻ്റെ, അതായത് വാതിലിൻ്റെ മുകളിലും രണ്ട് സൈഡിലും മാർക്കിടാനായിട്ട് ദൈവം തമ്പുരാൻ മോശയോട് പറഞ്ഞനുസരിച്ച് അവർ ചെയ്തു. സംഹാരദൂതൻ കടന്നു വന്നപ്പോൾ ഈ ദുരാത്മാവിന് അല്ലെങ്കിൽ ഈ മരണത്തിൻ്റെ ദൂതൻ വന്നപ്പോൾ അത് ഫറോൻ്റെ ഭവനങ്ങളിലെല്ലാം കയറി അവരുടെ ആദിജാതനെ, അവരുടെ മൃഗങ്ങളിൽ ആദ്യം ഉണ്ടായതിനെയും കൊന്നു. അങ്ങനെയെങ്കിലും ദൈവത്തിൻ്റെ ജനതയെ ഏതെല്ലാം വീടുകളുടെ മുറ്റത്ത് ഡോറിൽ ഈ ചിഹ്നമുണ്ടായിരുന്നോ, അടയാളമുള്ളതിലൊന്നും സംഹാരദൂതൻ കയറിയില്ല. അവിടെയൊന്നും മരണം സംഭവിച്ചില്ല. അകത്തെ ആളിൻ്റെ നന്മ കൊണ്ടൊന്നും അല്ല, ദൈവം പറഞ്ഞത് അനുസരിച്ചുകൊണ്ട്. നമുക്കതൊരു വലിയൊരു കൺസലേഷൻ അല്ലേ. എല്ലാം നന്മയായിട്ട് നമ്മുടെ തലമുറകൾ ഉടനെ ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ പാടുണ്ടേ പോലും നമുക്ക് ദൈവസന്നിധി ചെന്ന് പ്രാർത്ഥിച്ച ദൈവം കേൾക്കുന്ന ദൈവമാണ്. ഹീ ഈസ് എ ഗ്രേഷ്യസ് ഗോഡ്. സ്നേഹിക്കുന്ന ഒരു ദൈവം. നമ്മളത് മുതലെടുക്കുക എന്നല്ല, ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ, നമ്മൾ ഇടിവിൽ നിന്ന് പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കും. അപ്പോൾ സംഹാരദൂതൻ കയറാതിരിക്കാൻ പഴയ നിയമത്തിൽ ചിഹ്നമിട്ട് കൊടുത്തു, അല്ലെ അടയാളമിടാൻ ദൈവമാണ് നമ്മളെ അനുവദിച്ചത് എങ്കിൽ പഴയ നിയമം പുതിയ നിയമത്തിൻ്റെ നിഴലാണ്. പഴയ നിയമത്തിൽ ഫിസിക്കൽ റലമാണ്, അതായത് നമ്മൾ കാണുന്ന തലമാണ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തിരുന്നത്. പക്ഷേ ആത്മീക തലം എന്ന് പറയുന്നത് സെക്കൻഡ് ഹെവനിൽ നടക്കുന്ന യുദ്ധമാണ്. ഈ ആത്മീക തലമാണ് ഈ ജഡീക തലത്തെ ഭരിക്കുന്നത്. അത് നമുക്ക് അറിഞ്ഞുകൂടാ. എന്നിട്ട് നമ്മൾ കിടന്നുകൊണ്ട് നമ്മുടെ വീട്ടുകാരെ കുറ്റം പറയും, അപ്പുറത്തുള്ളവരെ നമ്മുടെ കൊച്ചൻ്റെ എന്നീ ടെറിട്ടോറിയൽ ജൂറിസ്ഡിക്ഷൻ, അതായത് നമുക്ക് ചുറ്റുപാടും നമ്മുടെ സ്ഥലം ശുദ്ധീകരിച്ച് വേലി കെട്ടാൻ അറിയാൻ വയ്യാത്തതിനാൽ നമ്മളുടെ മക്കൾക്ക് ആപത്ത് വരുന്നു. ഈ എക്സ്കർഷന് പോകുമ്പോൾ, വണ്ടി ഓടിക്കുമ്പോൾ ആപത്ത് വരുമ്പോൾ ഓർക്കണം, വേലി പൊളിഞ്ഞിട്ടുണ്ടോ. അതാണ് ഈ പുറപ്പാടിനകത്ത് പറയുന്നുണ്ട്. ഈ എക്സോഡസ് പുറപ്പാട് 12 വായിക്കുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്, ഈ സംഹാരദൂതൻ വരാതിരിക്കാൻ ആടിൻ്റെ രക്തം കൊണ്ട് ചിഹ്നമിട്ട് കഴിഞ്ഞാൽ ഈ വീട്ടിനകത്തുള്ളവർ പിന്നെ പുറത്തു പോകരുത് പിറ്റേ ദിവസം രാവിലെ വരെ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചില സമയങ്ങളിൽ ഇപ്പം നമുക്ക് യാത്ര ചെയ്യുമ്പോഴൊക്കെ അറിയാം. നമ്മൾ യാത്ര ചെയ്യുമ്പോൾ, എനിക്ക് യാത്ര ചെയ്യുന്നതിന് മുമ്പ് ഞാൻ പ്രാർത്ഥിച്ചിട്ട് വരണം. എൻ്റെ ഹസ്ബൻഡാണ് വണ്ടി ഓടിക്കുന്നത്. പലപ്പോഴും ഞാൻ ഇറങ്ങുന്നതിന് മുമ്പ് ദൈവദൂതന്മാരെ ഇടത് വലത് നിർത്തും. രാത്രികളിലൊക്കെ ഓടിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ ഓപ്പോസിറ്റ് കാറ് വന്ന് നമ്മുടെ കണ്ണിനകത്തോട്ട് അടിക്കുമ്പം എത്ര ആക്സിഡൻ്റ്. കാരണം അവർ അപ്പുറത്തെ കാറ് മാറ്റുമ്പോഴത്തേക്ക് പോസ്റ്റ് ചെന്ന് ഇടിച്ചിട്ടാണ് മിക്ക ആക്സിഡൻറ്റും കാണാൻ വയ്യ. അതിനൊന്നും ഒരു നിയമമില്ലെന്ന്. പിന്നെ ദൈവം പ്രൊട്ടക്റ്റ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ കയറി വീട്ടിൽ തിരിച്ചെത്തും. അപ്പോൾ ഈ സംഹാരദൂതൻ വരുന്നോ ഇല്ലയോ എന്നുള്ളതിന് മുമ്പായിട്ട് നമുക്ക് ദൈവദൂതന്മാരെ നമുക്ക് ചുറ്റും നിർത്തുവാനും നമ്മൾ ചിഹ്നമിടുവാനും ദൈവം നമുക്ക് അവകാശം തന്നിട്ടുണ്ട്. പക്ഷേ ചിഹ്നമിട്ട് കഴിഞ്ഞവരെ, അതായത് അതിനവർക്ക് ചില റിസ്ട്രിക്ഷനുണ്ട്. അവരവരുടെ മുറിക്കകത്തും ദൈവം നിയോഗിച്ച സ്ഥലത്ത് നിന്നും പുറത്തു പോകാതെ സൂക്ഷിക്കുക. ചിലപ്പോൾ ചില സന്ദർഭങ്ങൾ നമ്മൾ കേൾക്കുന്നതും പറയും, ഇന്ന് പോകണ്ടെന്ന് പരിശുദ്ധാത്മാ പറയുന്നെങ്കിൽ പോകരുത്. ഇന്ന് എക്സ്കർഷൻ ഈ കുഞ്ഞിനെ വിടണ്ട. നമുക്കറിയാവുന്ന കുഞ്ഞുങ്ങളൊക്കെ 23 വയസ്സുള്ള പിള്ളേരൊക്കെ എക്സ്കർഷന് പോയിട്ട് നമ്മുടെ എൻ്റെ ഓപ്പോസിറ്റ് വീട്ടിൽ താമസിക്കുന്നത് 23 വയസ്സ് എക്സ്കർഷന് പോയിട്ട് ബസ്സിന് ആക്സിഡൻ്റ്, ആ ഒരു കൊച്ചു മാത്രം മരിച്ചു. ഇന്നും ദുഃഖമാണ് ആ ഭവനത്തിൽ. വർഷങ്ങൾക്ക് മുമ്പ് നടന്നതാണ്. ഞാൻ ഈ അടുത്തിടെ എവിടെയോ കയറിയായിരുന്നു. പറയുന്നത്
വയ്യാത്ത വേദന. അങ്ങനെയൊന്നും സംഭവിക്കരുതേ എന്ന് വെച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി, അതിനുവേണ്ടിയാണ് ഈ മുദ്രയിടുന്നതിനെക്കുറിച്ച് ഞാൻ പഠിപ്പിക്കുന്നത്. പിന്നെ നമ്മൾ ആവർത്തന പുസ്തകം 6-ാം അധ്യായത്തിൽ എൻ്റെ ഈ വചനങ്ങൾ അത് ഞാൻ കഴിഞ്ഞ ദിവസം നമ്മൾ 6-ാം അധ്യായത്തിനകത്ത് പറയുന്നത്, ഈ പറയുന്ന എൻ്റെ ഈ വചനങ്ങൾ നിങ്ങൾ ഒന്നാമത് അനുസരിക്കണം. ദൈവത്തിന് നിർബന്ധമാണ്. നമ്മളൊരു ഫ്രിഡ്ജ് വാങ്ങിച്ചാൽ അതിൻ്റെ മാനുവൽ നോക്കാതെ നമ്മളത് ചെയ്യത്തില്ല. ഒരു ഫ്രിഡ്ജ് അതുകൊണ്ട് നമ്മൾ ഒരു മൊബൈൽ വാങ്ങിച്ചു വെള്ളത്തിലിട്ട് വെച്ച് അത് വർക്ക് ചെയ്യുന്നില്ലെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ട്. അതുപോലെ തന്നെയാണ് അതിലും പ്രഷ്യസായ നമ്മുടെ മക്കളെ എങ്ങനെ വളർത്തണമെന്ന് പരിശുദ്ധാത്മാവ് എഴുതി തന്നിട്ടുണ്ട്. 6-ാം അധ്യായം ആവർത്തന പുസ്തകത്തിൽ പറയുന്നു, ഇസ്രായേലേ നീ കേൾക്കുക. നമ്മളോട് പറയാം, നമ്മൾ ദൈവജനത്തോട് പറയുക, കേൾക്കുക. നിൻ്റെ ദൈവമായ യഹോവയെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടി. നമ്മൾ ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും സ്നേഹിച്ചാൽ അവൻ്റെ കൽപ്പനകൾ അനുസരിക്കാൻ പ്രയാസമില്ല. അത് നമ്മുടെ നന്മയ്ക്കാണ്. ആ ഒരു ആറ്റിറ്റ്യൂഡ് കറക്റ്റാണ്. ആദ്യമേ എൻ്റെ നന്മയ്ക്കാണ് ദൈവം ഈ വരച്ചിരിക്കുന്നത്. ഈ സംഹാരദൂതൻ കയറി വരാതിരിക്കാൻ വേണ്ടി ഈ വീടിന് വാതിക്കൽ രക്തത്തിൻ്റെ ചിഹ്നം ഇട്ടാൽ ഞാൻ അതിന് പുറത്ത് പോകരുത് എന്നുള്ള ചിന്ത എനിക്ക് വരാമെങ്കിൽ യു ആർ സേവ്ഡ്, നമ്മൾ രക്ഷപ്പെട്ടു. എന്നിട്ട് അവിടെ പറയുന്നുണ്ട്, നിന്നോട് കൽപ്പിക്കുന്ന ഈ വചനം നിൻ്റെ ഹൃദയത്തിലിരിക്കണം, നിൻ്റെ മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കണം, വീട്ടിൽ ഇരിക്കുമ്പം, വഴി നടക്കുമ്പം, കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെക്കുറിച്ച് സംസാരിക്കണം, അവയെ അടയാളമായി നിൻ്റെ കൈകളിൽ കെട്ടണം, അവ നിൻ്റെ കണ്ണുകൾക്ക് മധ്യേ പട്ടമായി ഇരിക്കണം. വ്യക്തമായിട്ട് ഇതെല്ലാം പറഞ്ഞേച്ച് ഈ 6-ാം അധ്യായം ആവർത്തന പുസ്തകം വായിച്ച് നോക്കുക. 6-ന്റെ 4 തൊട്ടാണ് ഞാൻ വായിക്കുന്നത്. അത് കഴിയുമ്പോൾ ദൈവം അങ്ങോട്ട് അനുഗ്രഹം കൊടുക്കുകയാണ്. നീ നിറയ്ക്കാത്ത സകല സമ്പത്തും, നിറഞ്ഞിരിക്കുന്ന വീടുകളും, നീ കൊഴിക്കാത്ത കിണറുകളും, നീ നട്ടുണ്ടാക്കാത്ത മുന്തിരിത്തോട്ടവും ഒലീവ് തോട്ടവും നിനക്ക് തരും. നീ തിന്ന് തൃപ്തിയാ. നിൻ്റെ ദൈവമായ യഹോവയെ ഭയപ്പെട്ട് അവനെ സേവിക്കണം, അവൻ്റെ നാമത്തിൽ സത്യം ചെയ്യണം. ഈ വാഗ്ദത്തങ്ങളൊക്കെ വേദപുസ്തകത്തിൽ ഉണ്ട്. അത് നമ്മൾ കണ്ടിട്ട് വേണം അത് ആക്ട് അപ്പോൺ ചെയ്യാൻ, അതെടുത്ത് വായിക്കണം. ഞാൻ ഓർക്കുന്നുണ്ട്, സൗദി അറേബ്യയിൽ രാംകയിൽ സാദിൽ എൻ്റെ ഹസ്ബൻഡ് ജോലി ചെയ്യുന്ന സമയത്ത് അവിടുന്ന് നാട്ടിലോട്ട് തിരിച്ചു വരണോ വേണ്ട എന്ന് നോക്കിയപ്പം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു വ്യക്തിയിൽ കൂടെ അന്ന് ദൈവം പ്രൊഫസി പറഞ്ഞാണ് ഈ ആവർത്തന പുസ്തകം. അത് കഴിഞ്ഞിട്ട് നമ്മൾ വന്ന് കൊട്ടാരക്കര ഒരു വീട് വാങ്ങിച്ച് അവിടെ കുറച്ച് നാൾ താമസിച്ചു. ഈ പറഞ്ഞ എല്ലാ കാര്യം, ഞങ്ങൾ പണിയാത്ത വീട്, നമ്മൾ കുഴിക്കാത്ത കിണർ, നമ്മൾ നടാത്ത വൃക്ഷം, അവിടെയല്ല. ഇപ്പം നമ്മൾ കൊട്ടാരക്കരയിൽ ഇപ്പം നമ്മുടെ കുടുംബത്തിൻ്റെ സ്ഥലമായ തിരുവല്ലയില താമസിക്കുന്നത്. നമ്മൾ പറയുന്നത് കർത്താവ് ഇന്നും ഇത് ചെയ്യുന്ന ദൈവമാണ്. പക്ഷെ ദൈവവചനം എടുത്തുപയോഗിക്കുന്നില്ല എങ്കിൽ നീ അനുഭവിക്കുന്നില്ല എന്നുള്ള സങ്കടമാണ്, വളരെ സങ്കടമാണ് ദൈവത്തിന്. നന്മ ചെയ്യാൻ അങ്ങേയറ്റം ഉത്സാഹമുള്ള ഒരു ദൈവത്തെ നമ്മുടെ അനുസരണക്കേടുകൊണ്ട് നമ്മൾ അവൻ്റെ അടുക്കൽ ഇരിക്കാത്തതുകൊണ്ട് നമുക്ക് പല അനുഗ്രഹങ്ങളും കിട്ടാതെ പോകുന്നു. ഇതെങ്ങനെ നമ്മൾ അടുത്ത തലമുറയെ പഠിപ്പിക്കുമെന്ന് ചോദിച്ചാൽ പരിശുദ്ധാത്മാ ദൈവത്തോട് പ്രാർത്ഥിക്കുകയല്ല, നമ്മൾ പറഞ്ഞിട്ട് അവർ ചെയ്യത്തില്ല. ഇവൻ 3 വയസ്സുള്ള ഒരു കുഞ്ഞിനോടുകൂടി, എടി കുഞ്ഞല്ല മോളെ നീ അത് ചെയ്യില്ലെന്ന് അടുത്ത നിമിഷം അവൾ അത് തന്നെ ചെയ്തിരിക്കും. പരീക്ഷിച്ച് നോക്ക്. കൊച്ചു കുഞ്ഞുങ്ങൾ ഒരു മൊബൈലൊന്ന് കൊടുത്തു നോക്കിയാൽ അവരുടെ ഒന്ന് വാങ്ങിച്ച് നോക്കിയാൽ എന്തോ ഒരു കരച്ചിലും പോകണം. ഒരു ബൈബിൾ കൊടുത്തേച്ചെടുത്ത് അവർ അനങ്ങു പോകില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് കുഞ്ഞുങ്ങളെ ആത്മീയ തലം പഠിപ്പിച്ചെടുക്കണം. കൊച്ചു പിള്ളേരെ ചെറുപ്പത്തിലേ പഠിപ്പിച്ചില്ലെങ്കിൽ കതിരെ കൊണ്ട് വളം വെച്ചിട്ട് ഒരു കാര്യമില്ല. പിന്നെ ദൈവം പിന്നെയും കേൾക്കും, കാരണം നമ്മുടെ പ്രാർത്ഥനയുടെ കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രാർത്ഥന അയക്കുമ്പോൾ അത് കേൾക്കും. പക്ഷെ എത്രയോ എളുപ്പമാണ് ചെറുപ്പത്തിലെ ഈ സീലുകൾ, ഈ മുദ്രകൾ, ഈ അടയാളങ്ങൾ നമ്മുടെ തലമുറകളുടെ മേലിട്ട് നമ്മളൊക്കെ ഇപ്പോൾ ഈ അനുഭവിക്കുന്ന മിക്ക അനുഗ്രഹങ്ങളുടെയും ഉറവ നമ്മുടെ പിതാക്കന്മാരുടെ പ്രാർത്ഥന അല്ലേ? എന്തുകൊണ്ടാണ് നമ്മൾ ഈ അനുഭവിക്കുന്നത്? നമ്മൾ എപ്പോഴേലും ചിന്തിച്ചിട്ടുണ്ടോ? നന്മ ചെയ്യാൻ ഉത്സാഹമുള്ളവരാകുവീൻ. അതുപോലെ ദൈവം പറയുന്ന കൽപ്പനകൾ അനുസരിച്ചിട്ട് അതിൽ സന്തോഷിക്കുന്ന ഒരു ഹൃദയം തരാൻ നമുക്ക് നമ്മുടെ തലമുറയ്ക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നാഥാ, നിൻ്റെ കയ്യിലേക്ക് ഞങ്ങൾ വിഷയമേൽപ്പിക്കുകയാണ്. ഒരു തരത്തിൽ ജീവിച്ചാലും എങ്ങനെ പോയാലും കുഴപ്പമില്ല എന്ന് അവനവൻ്റെ സ്വാർത്ഥമായ കഴിവിൽ മനുഷ്യൻ അങ്ങേയറ്റം ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വന്നതോടുകൂടി കർത്താവെ എല്ലാം മറന്ന് ദൈവത്തെ മറന്ന് ജീവിക്കുന്ന ഒരു കാലമാകുമ്പോഴും നിൻ്റെ ചിഹ്നമിടാതെ ഇരുന്നാൽ നമ്മുടെ തലമുറകൾ നശിച്ചു പോകുന്ന കുറേ പേരുടെയെങ്കിലും തലയിൽ കർത്താവെ നീ ഇതൊന്ന് ഉറപ്പിച്ചു കൊടുക്കണമേ. നീ പറഞ്ഞിട്ടുണ്ട് വേദപുസ്തകത്തിൽ,
നമ്മുടെ മേൽ ചിഹ്നമിടുന്നത് ദൈവത്തിൻ്റെ ക്രിസ്തുവിൻ്റെ രക്തം കൊണ്ടാണ്. ക്രിസ്തുവിൻ്റെ രക്തത്താൽ മുദ്രയിട്ടവരുടെ മേൽ ഒരു പ്രത്യേകതയുണ്ട് കർത്താവേ. അത് ദൈവത്തിൻ്റെ ആത്മാവ് ചെയ്തെടുക്കുന്നതിനാൽ നന്ദിയോടെ സ്തോത്രം. ഞങ്ങളുടെ മക്കൾ എവിടെയായിരുന്നു, ഞങ്ങളുടെ ഭാര്യ ഭർത്താക്കന്മാർ എവിടെയായിരുന്നു, മാതാപിതാക്കൾ, സഹോദരി സഹോദരന്മാർ, ഞങ്ങളുടെ കൊച്ചുമക്കൾ എവിടെയാണ് അവിടെ ഇരിക്കുന്നതെന്ന് വെച്ചാൽ അവിടെ ഇപ്പോൾ നിൻ്റെ മുദ്രയിടണമെന്ന് ഞങ്ങളെ പ്രാർത്ഥിക്കുന്നു. വചനം ഞങ്ങൾ അയക്കുകയാണ് കർത്താവേ. വചനം അയക്കുമ്പോൾ നീ അവിടെ ചെന്നത് പ്രവർത്തിച്ചേ പറ്റൂ. ഭൂമിയിൽ ഞങ്ങൾ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെടും, ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിൽ അഴിക്കും. We set them free into the green pastures of Jesus Christ. ക്രിസ്തുവാകുന്ന ഇടയനെക്കുറിച്ച് മാത്രം അവർ കേൾക്കട്ടെ അപ്പച്ച. കർത്താവേ, നിൻ്റെ അരയ്ക്ക് അവരെ കെട്ടിവെച്ചിരിക്കുകയാണ്. നാഥൻ തലമുറകളോട് കരുണ തോന്നണമേ. അടുത്ത തലമുറകൾ നശിച്ചു പോകുന്നത് നമ്മുടെ പ്രാർത്ഥന കുറവ് കൊണ്ടാണെങ്കിൽ പ്രാർത്ഥനാ വീരന്മാർ, വീരകൾ, കർത്താവിൻ്റെ ആത്മാവുള്ള സ്ത്രീജനങ്ങളെ ഉണ്ടാക്കിയെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മാവിൻ്റെ ചൈതന്യം ഇപ്പോൾ ഒഴുകട്ടെ അപ്പച്ച. നിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നീ അത് ചെയ്തെടുക്കുമെന്ന് വാഗ്ദത്തം ചെയ്തിരിക്കുന്നതിന് സ്തോത്രം. പ്രാർത്ഥനയ്ക്ക് ഉത്തരം തന്ന ദൈവത്തിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ.